തുടരുന്നു. എനിക്കൊപ്പം ഉള്ളത് സി അരുൺകുമാർ, മാവേലിക്കര മണ്ഡലത്തിന്റെ ചെറുപ്പക്കാരനായ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മൾ ചായയുടെ കാര്യം പറഞ്ഞു. പൊതുവെ ഇപ്പോൾ മധുരം കുറച്ചാണ് ചായ കുടിക്കുന്നത്. അതെ അതെ, ഒരുപാട് ചായകൾ കുടിക്കുന്നതുകൊണ്ട് മധുരം കുറച്ചാണ്. രാവിലെ ഭക്ഷണമൊക്കെ എങ്ങനെ ഈ തിരക്കിലേക്ക് ക്രമീകരിക്കുന്നത്? രാവിലെ ചെറിയ എല്ലാം ആഹാരം കുറച്ചു. അതിന്റെ പേരിൽ 2 കിലോ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ ഇതാണ് താങ്കൾക്ക് രാവിലെ ഒരു ഐറ്റം തരാം. ഞാൻ അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച എന്ന രീതിയിൽ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ വെല്ലുവിളിച്ചോളൂ. 6 കോടി രൂപ ഇനി മണ്ഡലത്തിൽ ചെലവഴിക്കാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച MP ആണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ചെലവഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം എന്നാണ് ഏറ്റെടുക്കുന്ന വെല്ലുവിളി. നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. നേർക്കാഴ്ച 2019 അതിനുശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് 24-ലെ തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിന്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. അതെ, ഞങ്ങളത് പരിശോധിച്ചിട്ട് എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കാം. എന്തായാലും പൊതുവായി ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന സാധനമല്ലല്ലോ. അതിനകത്ത് ഈ സഹാവ് ചായ ഇത് കടുപ്പം അല്ല, മധുരം കുറച്ച്, ഇത് മധുരം കൂട്ടി. വേണ്ട കറക്റ്റാ. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്താ? ഇവിടെ കുറെ അപ്പം ഇരിക്കുന്നു. ഇത് കേക്ക്, വെട്ട് കേക്ക്, ഇത് സമോസ. ഇതിപ്പോ ചേട്ടന്റെ കയ്യിലിരിക്കുന്നത് എന്താ? അടിപൊളി കിണ്ണത്തപ്പം. കിണ്ണത്തപ്പം ഇഷ്ടമാണോ? പിന്നെ ആണോ? ഓയിലില്ലാത്ത സാധനമാണ്. ആരോഗ്യത്തിനൊക്കെ ഇപ്പഴേ ശ്രദ്ധിച്ചു തുടങ്ങിയോ? അല്ല, എന്താന്ന് വെച്ചാലേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല. വളരെ നേരത്തെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഓടി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പമായതുകൊണ്ട് തന്നെ നമ്മളെ എന്താ പറയുന്നത്, നന്നായി ഓടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരോഗ്യം കൂടി നോക്കണം. നല്ല ഐറ്റം കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് സാധാരണ പെസഹ അപ്പം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അതായത് ഈ ഈസ്റ്ററിനും പെസഹയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. എന്തൊരു സാധനം കേട്ടോ. ഇതിനകത്ത് ഷോസ് കഴിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരും ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഞങ്ങൾ ചെറുതായിട്ട് ലഘുഭക്ഷണത്തിൽ തുടങ്ങി. ഇനി നമ്മൾ വിശേഷങ്ങളിലേക്ക് വന്നാൽ, മണ്ഡലത്തിൽ ഞാൻ കേൾക്കുമ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് കിട്ടുന്നത്. സർവേയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായൊരു ട്രെൻഡ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ സജീവമായതോടുകൂടി മത്സരം കടുക്കുമെന്നൊരു പ്രതീതിയാണ് പൊതുവേ ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. എങ്ങനെയാണ് ആത്മവിശ്വാസം? വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ തന്നെ വലിയൊരു ആത്മവിശ്വാസം. 1ാം ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ കിട്ടിയ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, അമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ, പ്രായം ചെന്ന ആളുകൾ, അവരൊക്കെ പറഞ്ഞത് എന്താ പറയുന്നത്, പത്രത്തിലൂടെ ഞങ്ങൾ കണ്ടു. വലിയ സാധ്യതയാണ്, ചേർത്ത് നിർത്തുകയാണ്, കെട്ടിപ്പുടരുകയാണ് നമ്മളെ. അതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കേവലമായി ആരെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വന്നയാളാണ്. അവർക്ക് എന്താണ്, എല്ലാവർക്കും തന്നെ അടുത്ത് പരിചയമൊന്നുമില്ല. പക്ഷേ വളരെ കാലത്തെ അടുപ്പമുള്ളതുപോലെയുള്ള സ്നേഹം ചേർന്ന പിടിച്ചു നിർത്തലുകളും തലോടലുകളും അത്തരം അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ അരുൺചേട്ടനോട് പറഞ്ഞത്. നമ്മുടെ വയസ്സ് ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ചെറുപ്പമായി. പലരും നമ്മുടെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് പറയും, ആ പോസ്റ്ററിൽ കാണുന്നതിനേക്കാൾ ചെറുപ്പമാണല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു മേക്കപ്പും ഇല്ല, ജീവിതത്തിലും ഇല്ല, രാഷ്ട്രീയത്തിലും ഇല്ല, എങ്ങുമില്ല.